Hi dear students, today we are going to study the balance of the chapter Rashtriya Pakshi More. നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? രാഷ്ട്രീയ പക്ഷിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? രാഷ്ട്രീയ പക്ഷി മോറിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? In previous class we studied राष्ट्रीय पक्षी मोर बहुत सबसे सुंदर पक्षी है, सबसे सुंदर पक्षी है। इसकी सुराहीदार गर्दन, सिर की शाही ताज, रंग बिरंगी धूम और बैंगी चाल सबको आकर्षित कर लेती है। ले ओके, पहचानो बच्चों ये कौन सा पक्षी है? ഏത് പക്ഷിയായിരുന്നു അത്? മോറാണ് അല്ലേ? എന്തൊക്കെയാണ് പ്രത്യേകത ഉണ്ടായിരുന്നത്? സുരാഹീദാർ ഗർദൻ, സുരാഹീദാർ ഗർദൻ, സിക്ക ഷാഹി താജ്, രംഗ് ബിരംഗി ധൂം और ബാങ്കി ചാൽ അല്ലേ? ആ ഒരു നടക്കുന്ന ഭംഗിയൊക്കെ, എങ്ങനെ നടക്കുന്ന പീലിയൊക്കെ പല വർണ്ണങ്ങളിലുള്ള പീലിയൊക്കെ വിടർത്തി നടക്കുന്നത് കണ്ടാൽ വളരെ ആകർഷകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സിക്ക ഷാഹി താജ്, തലയുടെ മുകളിലുള്ള പൂവല്ലേ, ഒരു കിരീടം പോലെ, രാജാക്കന്മാരുടെ കിരീടം പോലെ നമ്മൾ കാണാം. വളരെ മനോഹരമായിട്ട് തോന്നും. जी हाँ, यह मोर ही है, मोर हमारा राष्ट्रीय पक्षी है. जी हाँ, അതാണ് यह मोर, यह मोर പക്ഷിയാണ് മോർ. മോർ ഹമാര രാഷ്ട്രീയ പക്ഷി ഹെ. മോർ എന്താണ്? നമ്മുടെ രാഷ്ട്രീയ പക്ഷിയാണ്. ലേക്കിൻ ഇസ്കെ പൈർ പദ്ദേ ഔർ ഖുർദരേ ഹോത്തേ ഹെ. ഇത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണല്ലേ? എങ്ങനെയാണ്? വൾഗറായിരുന്നു. എന്ത്? അതിൻ്റെ കാലുകൾ. इसके पंख भी केवल दिखावे के होते हैं, इनसे मोर को उड़ने में विशेष सहायता नहीं मिलती. ഇതിൻ്റെ ഭാരം കൂടുതൽ കൊണ്ട് എന്താണ് ഈ പക്ഷിക്ക് പറക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ദേഹഭാരി ഹോത്തിഹെ. ഇതിൻ്റെ ഭാരം കൊണ്ടല്ലേ, ഇതിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് ഈ പക്ഷിക്ക് പറന്നുയരുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ തറയിൽ നിന്ന് പൊങ്ങി ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. അതുപോലെ അതിൻ്റെ കാലുകൾക്ക് ഭംഗിയുണ്ടോ? ഇല്ല, വൾഗറായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, इसलिए अधिक से अधिक जमीन से उठकर वृक्ष पर जा बैठता है, जह बहुत तेज दौड़ता है. നല്ല സ്പീഡിൽ ഓടും. എന്തിനുള്ള കഴിവുണ്ട്? പറന്നുയരുവാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഇല്ല, പക്ഷേ നല്ല സ്പീഡിൽ ഓടാനുള്ള കഴിവ് ഈ പക്ഷിക്കുണ്ട്. मोरनी मोर जैसी सुंदर नहीं होती और नृत्य करते समय चारों ओर चक्कर लगाता है. इसके धुमके पंखों में नीले नीले चंद्रमा और जैसे गोल सुंदर चिन्ह होते हैं और नृत्य करते समय इसकी धुम गोल पंख की तरह फैल जाती है. മോർണിയുടെ എന്താ പീലി, പീലി എങ്ങനെയുള്ളതാണ്? നല്ല പീലി ഇങ്ങനെ വിടർത്തി നിൽക്കുമ്പോൾ അത് ഗോൾ ഗോൾ കർ, എന്താണ്? നല്ല വർണ്ണത്തിലുള്ള എന്തുണ്ട്? ഒരു ചന്ദ്രക്കലയുടെ കണക്ക് പീലിയിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ? അത് കാണാൻ നല്ല ഭംഗിയാണ്. നീലെ നീലെ ചന്ദ്രമാ ജൈസെ ഗോൾ സുന്ദർ ചിഹ്ന होते हैं और नृत्य करते समय इसकी धुम गोल पंखे की तरह फैल जाती है. उस समय मोर बिल्कुल मस्त हो जाता है. जब भी घनघोर खड़ाई छा जाती है, बादल गरजने लगते हैं, तो मोर मस्त होकर नृत्य करने लगा जाता है. मोर मस्त होकर നൃത്യ करने लगा जाता है. എന്താണ്? ഘനഘോര ഘടായി എന്താണ്? ഇടി വെട്ടുന്ന സമയത്ത് അല്ലേ, മഴ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ, മഴ വരാൻ പോകുന്ന സമയത്ത് നമുക്ക് ചില അടയാളങ്ങൾ തരും. എന്താണ്? മയിലുകൾ നൃത്തം ചെയ്യാൻ വേണ്ടി തുടങ്ങും. നൃത്തം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് വളരെ തല ഉയർത്തി പിടിച്ച മസ്ത് ഹോക്കർ നൃത്യ കർണ ലഗാ ജാത്താ ഹെ. വളരെ വളരെ നല്ല രീതിയിൽ തല ഉയർത്തി പിടിച്ച്
നൃത്തം ചെയ്യും. എപ്പോഴാണ്? ബാദൽ ഗർജനത്തെ സമയം, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഇടി വെട്ടുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ആ സമയത്ത് എന്ത് ചെയ്യും? നൃത്തം ചെയ്യും നമ്മുടെ ദേശീയ പക്ഷി. കുച്ച് മോർ സഫേദ് രംഗ് കെ ഭി ഹോത്തെ ഹേ. കുറച്ച് മയിൽ എങ്ങനെയാണ്? വെള്ള നിറത്തിലുള്ളത് കൂടി ആണ്. नृत्य करते समय मोर और भी सुंदर लगता है. बीच में यह जोर जोर से आवाज़ भी निकालता है. बीच में यह जोर जोर से, അത് കൂടെ കൂടെ എന്ത് ചെയ്യും? നൃത്തം ചെയ്ത് നൃത്തം ചെയ്യുന്ന സമയത്ത് അല്ലേ, വളരെ മനോഹരമാണ് കാണുവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എന്ത് ചെയ്യും? വളരെ ഉച്ചത്തിൽ സൗണ്ട് പുറപ്പെടുവിക്കും. मोर एक सर्वाहारी प्राणी है. ഒരു സെന്റൻസ് കൂടെ ഉണ്ട് അല്ലേ? मोर एक सर्वाहारी प्राणी. എങ്ങനെയുള്ള ഒരു പ്രാണിയാണ്? മോർ ഏക്ക് സർവാഹാരി പ്രാണി. സർവാഹാരി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവാഹാരി എല്ലാം കഴിക്കുന്നതിനെയാണ് സർവാഹാരി എന്ന് പറയുന്നത് അല്ലേ? എല്ലാം കഴിക്കും. कीड़े मकोड़े बेरिया बीज इत्यादि खाता है. എന്തൊക്കെ കഴിക്കുന്നത്? കീടങ്ങൾ, പ്രാണികൾ മൊത്തം, അരി, ഗോതമ്പ് എല്ലാം കഴിക്കും. ധാന്യങ്ങൾ എല്ലാം കഴിക്കുന്ന ഒരു പക്ഷിയാണ് എന്ത്? मोर. छोटा मोटा सर्प नजर आ जाए तो उसे भी एक चोंच में पकड़कर जमीन पर पड़कर मार डालता है. छोटा छोटा सर्प, ചെറിയ ചെറിയ പാമ്പുകളെയൊക്കെ തിന്നും. എങ്ങനെയാണ്? ചോട്ട മോട്ട ചെറിയ 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 സർപ്പങ്ങളിലേക്ക് കാണപ്പെടുകയാണെങ്കിൽ, നസറായി എന്ന് വെച്ചാൽ എന്താണ്? മുമ്പിൽ കാണുകയാണെങ്കിൽ तो उसे भी एक चोंच में पकड़कर, तो उसे भी അതിനെ എന്ത് ചെയ്യും? വായിൽ ഉൾക്കൊണ്ട്, വായിൽ ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്ത് ജമീൻ പർ പടക്കർ മാട്ട, തറയിലിട്ട് അടിച്ചിട്ട് എന്ത് ചെയ്യും? സർപ്പത്തെ കഴിക്കും. कभी कभी ये सांप को निगल भी जाती है, इसलिए मोर को सांप का शत्रु भी कहता है. സാമ്പിനെ അടിച്ച് കൊന്നു കളയും അല്ലേ? ചിലപ്പോൾ അതിനെ കഴിക്കുകയും ചെയ്യും, ചെറിയ ചെറിയ പ്രാണിയൊക്കെ ആയിട്ട്. പിന്നെ इसलिए അതുകൊണ്ടാണ് मोर को सांप का शत्रु भी जाता है. സാമ്പ് മോറിൻ്റെ ശത്രുവായി തീരുന്നത്. मोर मनुष्य से बहुत कम डरता है और पालने से हिल मिल जाता है. मोर मनुष्य से बहुत कम डरता है और पालने से हिल मिल ही जाता है. मोरनी वर्ष में एक बार ही अंडा देते हैं. मोर मनुष्य से बहुत कम डरता है. മനുഷ്യരുടെയൊക്കെ ഇണങ്ങി ജീവിക്കുന്ന ഒരു പക്ഷിയാണ് എന്ത്? മോർ, മയിൽ. അപ്പോൾ കൂടുതൽ പേടിക്കണ്ട, പേടിക്കത്തില്ല, മനുഷ്യനെ കണ്ടാൽ അത് പേടിക്കാറില്ല. എന്നാലും കൂടുതൽ ബഹുത്ത് കം ഡർത്താ ഹെ, കൂടുതലായിട്ടൊന്നും പേടിക്കുന്നില്ല. ഒരു പാലനെ സെ മിൽ ഹി ജാത്താ ഹെ. നോക്കുക, അപ്പോൾ നമ്മൾ അതിനെയൊക്കെ പരിപാലിക്കണം, പരിപാലിച്ച് കൂടെ നിർത്തുന്നുണ്ട് അല്ലേ? നമ്മൾ മുറ്റത്തൊരു മയിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ? കുറച്ച് ധാന്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോഴോ അത് കഴിച്ചിട്ട് അവിടെ നിന്ന് അത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും മയിൽ ഓടിപ്പോവുകയാണോ ചെയ്യുന്നത്? അല്ല, ആദ്യത്തെ ദിവസമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് വന്നിട്ടവ പറന്നു പോകും. പക്ഷേ രണ്ടാമത്തെ ദിവസമോ അത് വന്ന് എല്ലാവരും വന്നിട്ട് അതിനൊപ്പം ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, അതൊക്കെ ധാന്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ടൊക്കെ മുറ്റത്തൊക്കെ നിൽക്കും. മോർണി വർഷം ഏക്ക് ബാർ ഹി അണ്ടേ ദേത്തെ ഹേ. എത്ര വർഷത്തിൽ ഏക്ക് ബാർ, ഏക്ക് ബാർ, മോർണി വർഷ एक बार ही, एक बार ഒരു തവണ എന്ത് ചെയ്യും? മുട്ട ഇടും.
जो संख्या में 10 से 25 तक हो सकते हैं. जो संख्യ ആ ഒരു സംഖ്യയ്ക്ക് ഒരു എത്ര രൂപ കിട്ടും ഒരു മുട്ടയ്ക്ക്? 10 से 25 10 മുതൽ 25 വരെ കിട്ടും. 10 രൂപ മുതൽ 25 രൂപ വരെ ഒരു മുട്ടയ്ക്ക് വിലയുണ്ടെന്നാണ്. ഇപ്പോഴും അതിനേക്കാളൊക്കെ വിലയുണ്ട്. ഒരു താറാമുട്ടയ്ക്ക് തന്നെ നമുക്ക് 8-10 രൂപ ഇവിടെ കിട്ടും അല്ലേ. बच्चे जब तक छोटे होते हैं तब तक नर और मादा की पहचान करना कठिन होता है, किंतु 1 वर्ष बाद नर की धूम बढ़ने लगती है और फिर थोड़े समय ही वह सुंदर मोर बन जाता है. എന്താ പറയുന്നത് നോക്കിയേ. बच्चे जब तक छोटे होते हैं तब तक नर और मादा की पहचान करना कठिन होता है. അതെന്ത് ചെയ്യും? കുഞ്ഞ് മയിലൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് ചെറിയ അത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റേജിലായിരിക്കും എന്ത് ഒരു മയിലുകൾ. അപ്പോഴോ പകച്ചാൻ മാതാക്കി പകച്ചാൻ തലയിലെ ആ പൂവുകൾ കണ്ടിട്ട് അതിൻ്റെ പീലികൾ കണ്ടിട്ടും വേണം അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് കുഞ്ഞു മയിലുകൾ ആയിരിക്കുമ്പോൾ. किंतु 1 वर्ष बाद नर की धूप बढ़ने लगती है. ഒരു വർഷത്തിന് ശേഷമാണ് ഈ തൂവലുകളൊക്കെ കേൾക്കുന്നത്. और फिर थोड़े समय में ही वह सुंदर मोर बन जाता है. അത് കുറച്ച് സമയം ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അത് സുന്ദരമായ ഒരു മയിൽ പക്ഷിയായി മാറുന്നത്. हमें मोर पंखों के लिए मोर को नहीं मारना चाहिए. എന്താണ്? हमें मोर पंखों के लिए മോർക്കോ നഹി മാർനാ ചാഹിയെ. നമ്മളൊരിക്കലും അതിൻ്റെ തൂവലിന് വേണ്ടിയിട്ട് അതിനെ ഉപദ്രവിക്കാൻ അതിനെ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. മോർക്കോ മാർന കാനൂനും അല്ലാതെ മോറിനെ ഉപദ്രവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കട്ട ശിക്ഷയാണ്. കാരണം എന്താണ്? അത് രാഷ്ട്രീയ പക്ഷിയാണ് നമ്മുടെ മോർ. അത് എഴുതി ഈ അത്രയും ഈ ചാപ്റ്റർ നമ്മൾ എഴുതിയിരിക്കുന്ന ആരാണ്? ഡോക്ടർ ആലോക് കുമാർ രസ്തോഗി. ഡോക്ടർ ആലോക് കുമാർ രസ്തോഗിയാണ് എഴുതിയിരിക്കുന്നത്. അതാണ് എഴുതിയത് ഡോക്ടർ ആലോക് കുമാർ ഡോക്ടർ ആലോക് കുമാർ രസ്തോഗി. ഇവിടെ ഒന്നുകൂടി പാസേജ് വായിക്കാം. നിങ്ങളെല്ലാവരും വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. വായിച്ച് അടുത്തിന് വോയിസ് ഇടുകയും വേണം. ഓക്കെ. एक पक्षियों में सबसे सुंदर पक्षी है. इसकी सुजाहीदार गर्दन, सिर का शाही ताज, रंग बिरंगी धूम और बाकी चाल सबके आकर्षित कर लेती हैं. पहचानो बच्चों यह कौन सा पक्षी है? जी हाँ, यह मोर ही है. मोर हमारा राष्ट्रीय पक्षी है, लेकिन इसके पैर फद्दे और खुरदरे होते हैं. इसके पंख भी केवल दिखावे के होते हैं. इनसे मोर को उड़ने में विशेष सहायता नहीं मिलती. देह भारी होती है, इसलिए यह अधिक से अधिक जमीन से उठकर वृक्ष पर जा बैठता है. यह बहुत तेज दौड़ता है. मोरनी मोर जैसी सुंदर नहीं होती. मोर नृत्य करते समय चारों ओर चक्कर लगाता है. इसकी धुन के पंखों में नीले नीले चंद्रमा जैसे गोल सुंदर चिन्ह होते हैं और नृत्य करते समय इसकी धुन खोल पंखों की तरफ फैल जाती है. उस समय मोर बिल्कुल मस्त हो जाता है. जब भी घनघोर खड़ाए छा जाती हैं, बादल गरजने लगते हैं, तो मोर मस्त होकर नृत्य करने लगा जाता है. कुछ मोर सफ़ेद रंग के भी होता है. नृत्य करते समय मोर और भी सुंदर लगता है.
बीच में एक जोर जोर से आवाज़ भी निकालता है। मोर एक सर्वाहारी प्राणी है। कीड़े मकोड़े बेरियां बीज इत्यादि खाता है। छोटा मोटा सर्प नजर आगे जाए तो उसे भी चोंच में पड़कर जमीन पर पड़क पड़क कर मार डालता है। कभी कभी ये सांप को निगल भी जाता है, इसलिए मोर को सांप का शत्रु भी कहते हैं। मोर मनुष्य से बहुत कम डरता है और पालने से हिलमिल भी जाता है। मोरनी वर्ष में एक बार ही अंडे देती है, जो संख्या में 10 से 25 तक हो जा सकते हैं। बच्चे जब तक छोटे होते हैं तब तक नर और मादा की पहचान करना कठिन होता है, किंतु 1 वर्ष बाद नर की धूम बदलने लगती है और फिर थोड़े समय में ही वह सुंदर मोर बन जाता है। हमें मोर पंखों के लिए मोर को नहीं मारना चाहिए। मोर को मारना कानून अपराध है। तो शब्द क्या है? सूर्य के समान। देह शरीर चंद्रमा चांद चंद्रमा चांद सर्प सांप सर्प बाकी मतवाली शाहीताज राजमुकुड़ शाहीताज राजमुकुड़ राजमुकुड़ प्राणी जीव दुम पूंछ दुम पूंछ चिन्ह निशान चिन्ह निशान എന്തൊക്കെയാണെന്ന് നോക്കിയേ. सुराहीदार सुराहीदार में सुराही के समान सुराही के समान घनघोर खनी വളരെ കട്ടിയുള്ള മുഴക്കത്തോടുള്ള അങ്ങനെയാണ് പറയുന്നത്. ദേഹ് ശരീര് ചന്ദ്രമ ചാന്ദ് സർപ്പ് സാമ്പ് ബാക്കി മട്ടാലി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവളെന്നർത്ഥ അർത്ഥം പറയുന്നത് ബാക്കി. शाहीताज राजमुकुड़ प्राणी जीव दुम पूंछ दुम पाल
ചിഹ്ന്, നിശാൻ, എന്തെങ്കിലും ഒരു അടയാളം. ഓക്കെ. भारत के राष्ट्रीय पक्षी का नाम बताइए. എന്താണ് भारत के राष्ट्रीय पक्षी के नाम? എന്താണ്? मोर. मोर कैसा पक्षी है? बहुत सुंदर पक्षी है. मोर के पैर कैसे होते हैं? मोर के पैर എങ്ങനെയാണ്? എങ്ങനെയുള്ളതാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഫദ്ദെ ഔർ ഖുർദരെ ഹോത്തെ ഹേ. मोर कब नृत्य होते हैं? മഴ, ബാരിഷ് ആനെ पर മഴ വരുവാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് നൃത്തം ചെയ്തത്. मोर को किसका शत्रु कहा जाता है? मोर का शत्रु सांप को कहा जाता है. ओके चिल्ड्रन, ബാലൻസ് നോട്ട്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ വൈൻഡ് അപ്പ് ദ ക്ലാസ്. സീ യു ടുമാറോ.